അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുള്ള ഈ ഒരു ട്രാൻസിഷൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റീൽസിലേക്ക് നിങ്ങൾ ഒരുപാട് ഈ വെഹിക്കിൾസ് റിലേറ്റഡ് ആയിട്ട് റീൽസിലേക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്കട്ടും അതുപോലെ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ റെഡ് കളർ ആയിട്ടുള്ളത്, അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ എഫക്ട്സിലാണ്. പക്ഷേ ഈ ഒരു കാണുന്ന വീഡിയോ ചെയ്തിരിക്കുന്നത് ക്യാപ്കട്ടും അതേപോലെ അലൈറ്റ് മോഷനും രണ്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്യാപ്കട്ടിലും അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതേപോലെ ഈ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ ഒരു ടൈപ്പിൽ എങ്ങനെ മേക്ക് ചെയ്തെടുക്കാതാണ്. അപ്പോൾ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ റിസ്ക് കാര്യങ്ങളൊന്നും ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ പറഞ്ഞ മെത്തേഡ്സ് കാര്യം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടി വെച്ചിട്ട് നല്ല അടിപൊളി റീൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ട്യൂട്ടോറിയലിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. കാരണം ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് നമ്മൾ കൂടുതൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഈ റീൽ വീഡിയോ മേക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ ബാക്കിൽ ആ ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്ന് രണ്ട് വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ ഒരു ഷേപ്പിലായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഇതിലേക്ക് ഷേപ്പ് ആക്കി എടുക്കാനാണ്. അപ്പോൾ അത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോൺ ഐഫോണാണ്. അപ്പോൾ ഞാൻ അതിൽ അലൈറ്റ് മോഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അലൈറ്റ് മോഷൻ സാധാ അലൈറ്റ് മോഷനാണ്. പ്രോയോ കാര്യങ്ങളൊന്നും അല്ല, വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് അവിടെ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തുള്ള ബോക്സിൽ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രെയിം പറഞ്ഞു കഴിഞ്ഞാൽ 9:16 നിങ്ങൾ കൊടുക്കണം. പിന്നെ അതിന് ശേഷം FPS നിങ്ങൾക്ക് 60 FPS കൊടുക്കുക. പിന്നെ അതിന് ഏറ്റവും താഴായിട്ട് കാണുന്ന നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇടയ്ക്ക് അത് ബ്ലാക്കിലോ അല്ലെങ്കിൽ ഗ്രീനൊക്കെ ആയിട്ട് കാര്യം. അപ്പോൾ നിങ്ങൾ അത് ഗ്രീൻ ആണെന്ന് കൺഫേം ആക്കുക. അപ്പോൾ ഗ്രീൻ ആക്കിയതിനു ശേഷം നിങ്ങൾ താഴത്തെ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് അവിടെ കാണിക്കും. എന്നിട്ട് അതിൽ താഴത്തെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലെ മീഡിയയിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3 വീഡിയോ ക്ലിപ്പ് ഉണ്ടാവല്ലോ. ഒന്ന് ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ, പിന്നെ 2 ക്ലിപ്പ് പറയുന്നത് നമുക്ക് ഷേപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട 2 ക്ലിപ്പ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട 2 ക്ലിപ്പ് നിങ്ങൾ ഈ അലൈറ്റ് മോഷനിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഞാനിവിടെ 2 വീഡിയോ ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കുക. ആ ഒരു സൈഡിലായിട്ട് അലൈറ്റ് മോഷന്റെ വാട്ടർമാർക്കിന്റെ അടുത്ത് അല്ലാതെ ജസ്റ്റ് ഒന്ന് ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് സൈഡിലേക്ക് നീക്കി കൊടുക്കുക. നീക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിൽ കാണുന്ന നിങ്ങൾ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് അതിൽ ഷേപ്പ് ഓപ്ഷൻസിൽ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് ഒരു സ്ക്വയറോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റൗണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളോ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടിച്ചാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കസ്റ്റം ആയിട്ട് ഒരു ഷേപ്പ് ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് 4 ഒരു വരങ്ങൾ നിങ്ങൾക്ക് ഓരോ സൈഡിലേക്ക് ഒരു വക്കത്ത് ഒരു പുള്ളിയായിട്ട് കാണാൻ നിങ്ങൾക്ക് എഡ്ജിൽ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ലെയർ പുതിയതായി വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് 2 വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ആരോ ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് സൈഡിലേക്ക് വലിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് 2 വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പിന്റെ ഓരോ കോർണർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് നിങ്ങൾക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ വീഡിയോയിൽ നമ്മളൊരു വണ്ടി കൊള്ളുന്ന രീതിക്ക് നിന്നുള്ള ഒരു ഷേപ്പ് ആക്കി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റിൽ നിങ്ങൾ ഒന്നാമത്തെ വീഡിയോ എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യേണ്ടത് അവിടുത്തെ നിങ്ങൾ വൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ള ഒരു ഷേപ്പിന്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ആ ഒരു ഷേപ്പിന്റെ ലെയറിൽ കാണുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 പോർഷൻ ആക്കി മാറ്റുക. എന്നിട്ട് അവിടെ സൈഡിലായിട്ട് കാണാം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ക്ലിപ്പ് അവിടെ ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ ഒരു കണ്ണിന്റെ ഒരു ലോഗോ അല്ല ഒരു 2 ലേയേഴ്സ് കാണുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പും അതിന് കൊടുത്തുള്ള ഷേപ്പിന്റെ 2 ലെയർ നിങ്ങൾ ലോങ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് മേലത്തെ ഈ ഒരു കാണുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് മാസ്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ബാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചുള്ള മറ്റേ 2ാമത്തെ വീഡിയോന്റെ ഷേപ്പിലേക്ക് പോവുക. ഷേപ്പിലേക്ക് പോയിട്ട് കാണാൻ നിങ്ങൾക്ക് അവിടെ മേലായിട്ട് ഒരു 3 ഡോട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മേലത്തെ 3 ഡോട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ലെയർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നേരെ മേലത്തെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അത് മാസ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 2 വീഡിയോ ഷേപ്പിലേക്ക് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അലൈറ്റ് മോഷനിൽ. എന്നിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ഗാലറിക്ക് ഫുൾ ക്ലാരിറ്റിയിലിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രീമിയം കാര്യങ്ങളൊന്നും അല്ലാത്തവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ജസ്റ്റ് ഒരു പരസ്യം അവർ കാണിക്കും. അപ്പോൾ അവർ ആഡ് കഴിഞ്ഞാലുള്ള നമുക്ക് ഗാലറിക്ക് സേവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ 2 ഷേപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ അതിലേക്ക് മാസ്ക് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഗാലറിക്ക് സേവ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു ഷേപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലൈൻ മോഷൻ്റെ എഡിറ്റ് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ അവിടെ ഫിനിഷിംഗ് ആയിട്ട്. പിന്നെ നമ്മൾ ബാക്കി ചെയ്യണത് ഇനി നമ്മുടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ക്യാപ്കട്ടിലേക്ക് ഇനി ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഷേപ്പ് അല്ലാത്ത അടുത്ത വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഇനി ഈ വീഡിയോയിലേക്ക് ഞാനിവിടെ ആ ഒരു ട്രാൻസിഷൻ മാത്രമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോക്ക് കൊടുക്കേണ്ട മ്യൂസിക്, ആ ഒരു മ്യൂസിക്കിനനുസരിച്ചുള്ള ബീറ്റിനനുസരിച്ച് ഡ്യൂറേഷൻസ് വീഡിയോ ക്ലിപ്സിന് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ എക്സ്ട്രാ എഫക്ട്സ് കാര്യങ്ങൾ, അതുപോലെ ഫിൽറ്റേഴ്സ്, അതുപോലെ കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒക്കെ ഇതിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഈ ഒരു വീഡിയോ പറയുന്ന ആ ഒരു നിങ്ങൾക്ക് ആ പ്രിവ്യൂലായി കാണിച്ചു എന്നുള്ള ഒരു വീഡിയോത്തെ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വീഡിയോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡ്യൂറേഷൻ വെച്ചിട്ടാണ് ഞാൻ എഡിറ്റിംഗ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ കട്ട് ചെയ്തുള്ള ഒരു വീഡിയോ തന്നെ നിങ്ങൾ താഴത്തെ ബോക്സിലെ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് 2 വീഡിയോ ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് നിങ്ങൾ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ബോക്സിൽ കാണാം ഓവർലേ എന്നുള്ള ഓപ്ഷൻ. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോ ഓവർലേ ആക്കുക. ഓവർലേ ആക്കിയിട്ട് നേരെ നമ്മുടെ ഒന്നാമത്തെ വീഡിയോൻ്റെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓവർലേ വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ബോക്സിലെ കട്ട് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, അതെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് അതിലെ കസ്റ്റം ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിലെ ബ്രഷ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു വണ്ടി നിങ്ങൾ മാക്സിമം നല്ല പക്ക നീറ്റ് ഫിനിഷിങ് നിങ്ങൾ ആ ഒരു ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആ ഒരു റെഡ് കളർ പക്ക നീറ്റ് നിങ്ങളുടെ വണ്ടിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ബൈക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാതെ ജസ്റ്റ് ആ ഓവർലേ ഇങ്ങനെ നീക്കുമ്പോൾ കറക്റ്റ് ആ ബൈക്ക് മാത്രമായിട്ട് പോയിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണത് താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഷേപ്പിന്റെ ക്രിയേറ്റ് ചെയ്ത് അലൈൻ മോഷൻ ക്രിയേറ്റ് ചെയ്ത ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോയിൽ നമ്മുടെ 2 വീഡിയോ ക്ലിപ്പ് ഉണ്ടാവും, ആ 2 ഷേപ്പും. അപ്പോൾ നിങ്ങൾ അതിലെ ഒരു ഷേപ്പ് എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യണം നോക്കുക. അവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു വൈറ്റ് ലൈൻ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ സ്പ്ലിറ്റ് ആക്കിയിട്ട് 2 ഷേപ്പിന് 2 വീഡിയോ ആക്കി മാറ്റുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് അവിടെ ഒരു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ, അത് സെലക്ട് ചെയ്ത് അതിലെ ക്രോമാക്കി സെലക്ട് ചെയ്ത് അതിലെ പോയിന്റർ നിങ്ങൾ പോയിട്ട് നേരെ ഗ്രീനിൽ ഇട്ടിട്ട് അതിന് താഴത്തെ 2 അഡ്ജസ്റ്റ്മെന്റ് കൂട്ടി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഗ്രീനും പോയി കിട്ടിയിട്ട് കറക്റ്റ് ആ ഷേപ്പ് മാത്രമായിട്ട് നമുക്ക് കിട്ടും ആ ഒരു വീഡിയോ കൂടെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതൊന്ന് ചെറുതാക്കിയിട്ട് നമ്മളെ വണ്ടിയുടെ മേലേക്ക് കൊണ്ടുപോയിക്കുക. എന്നിട്ട് ഇതേ ചെയ്ത സെയിം മെത്തേഡ് നിങ്ങൾ മറ്റേ ആ ഒരു സ്പ്ലിറ്റ് ചെയ്തുള്ള വീഡിയോക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുക ആ ഒരു ക്രോമാക്കി ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആ ഒരു വാട്ടർമാർക്ക് കണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് പിന്നെ ഇവിടെ ഒരു 2 ഗ്രീൻ സ്ക്രീൻ വീഡിയോ കറക്റ്റ് ക്രോമാക്കി ഉപയോഗിച്ച് കറക്റ്റ് ആ ഗ്രീനൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പുകൾ. എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ ലാസ്റ്റിക്ക് ആക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ ഡ്യൂറേഷനും അതുപോലെ നിങ്ങൾ ആ ഒരു വീഡിയോ ആ ഒരു ഷേപ്പ് വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ആ ബൈക്കിൽ നിങ്ങൾക്ക് എത്ര സൈസ് വേണം അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ബൈക്കിന്റെ പിന്നിൽ നിന്ന് എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് പെട്ടെന്ന് മേലേക്ക് വരേണ്ടത് ആ ഒരു ടൈമിൽ നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു വൈറ്റിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് 2 ഷേപ്പിന് നിങ്ങൾ കീ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കീ ഫ്രെയിം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പിന്റെ കീ ഫ്രെയിമിൽ നിന്ന് നിങ്ങൾ ആ ഒരു ഓവർലേ വീഡിയോന്റെ ഗ്രീൻ സ്നാക്കിലെ വീഡിയോന്റെ 2 സ്റ്റാർട്ടിൽ കീ ഫ്രെയിം കൊടുത്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ആ ഒരു ഷേപ്പ് വീഡിയോ നിങ്ങൾ ആ ഒരു ബൈക്കിന്റെ പിന്നിക്ക് വരുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ബൈക്കിന്റെ ഒരു ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ബൈക്കിന്റെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബൈക്കിന്റെ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓവർലേ വീഡിയോ. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ലെയർ ഓപ്ഷൻ ഉണ്ടാവും, സെലക്ട് ചെയ്ത് അതിലെ ഫ്രണ്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് നമ്മളെ ബൈക്കിന്റെ പിന്നിക്കാക്കിയിട്ട് കിട്ടും. എന്നിട്ട് ആ വീഡിയോ ജസ്റ്റ് അവിടെ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് നമ്മുടെ പിന്നിന്ന് ആ ഒരു വണ്ടിയുടെ പിന്നിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ചെറിയൊരു ഫ്ലിപ്പിന്റെ ഒരു എഫക്റ്റ് കൂടി നമ്മൾ ഇതിലേക്ക് കൊടുക്കാണ്ട് ഇങ്ങനെ ഫ്ലിപ്പായിട്ട് ഇങ്ങനെ വണ്ടിയുടെ പിന്നിൽ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വരുന്നത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായി നിങ്ങൾ ആഡ് ചെയ്തുള്ള 2 ഓവർലേ വീഡിയോ ഉണ്ടല്ലോ, അത് 2 നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ ആനിമേഷൻ നിങ്ങൾക്ക് അവിടെ ഇന്ന ആനിമേഷനിൽ ഫ്ലിപ്പ് കണ്ടൊരു ആനിമേഷൻ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിന് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു ഷേപ്പിന് ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ പിന്നിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫ്ലിപ്പ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടി നമ്മളൊരു ആനിമേഷൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യണത് ഇപ്പോൾ നമ്മൾ ആ ഒരു വണ്ടിയുടെ പിന്നിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു ഷേപ്പിന് കീ ഫ്രെയിം കൊടുക്കുക ചെയ്ത്. അപ്പോൾ ആ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നത് ചെറിയ ലാഗ് ഫീൽ ഉണ്ടാവും, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടിഞ്ഞ് മേലേക്ക് വരുന്നിടത്ത്. അപ്പോൾ അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വൈറ്റിൽ 2 കീ ഫ്രെയിമിന്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് ആ ഒരു മേലത്തെ ഒരു ഗ്രാഫ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏസ് ഔട്ട് 1 എന്നുള്ളൊരു
ഗ്രാഫ് ഉണ്ട്. അത് നിങ്ങൾ ആ ഒരു 2 ഷേപ്പിന്റെ കീ ഫ്രെയിമിന്റെ ഇടയിൽ നിങ്ങൾ ഇത് കൊടുക്കുക, ഈ ഒരു ഗ്രാഫ്. അപ്പോൾ ഈ ഒരു ഗ്രാഫും കൂടി അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടിമേ ചെയ്യേണ്ട പണി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ കാണിക്കുന്ന ഈ റീൽ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ഒരു റെഡ് കളറായിട്ട് ഒരു ഓവറിൽ ഇങ്ങനെ ആ ഒരു സ്കൈൻ്റെ അവിടെ അതുപോലെ താഴത്തു കൂടെ ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യണത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഓവറിലെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഓവറിലെ വീഡിയോ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കളർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓവറിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനലും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏതെന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഓവറിലാക്കിയിട്ട് ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീഡിയോക്ക് എത്ര ആ ഒരു എമൗണ്ട് നിങ്ങൾ ആ ഒരു ഓവറിലെ വീഡിയോ നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കണം, ആ ഒരു ബ്ലൂ കളർ ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു സ്കൈൻ്റെ ഭാഗത്തേക്ക് വെക്കുന്ന രീതിക്ക് ഞാൻ അതിൻ്റെ ഈ ഒരു വീഡിയോ സ്കൈ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ലതിൻ്റെ ബാക്കിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് അതിന് സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ താഴത്തെ ബോക്സിലെ ലെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ബേക്ക് ഏറ്റവും ഫ്രണ്ട് കിട്ട പോലെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു സ്കൈൻ്റെ ഈ ഒരു സാധനം നിങ്ങൾ ഏറ്റവും ബാക്ക് കിട്ടി കൊടുക്കുക ലെയർ പോയിട്ട്. എന്നിട്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിലെ മാസ്ക് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഹൊറിസോണ്ടൽ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ഒരുപാട് ഷേപ്പിൽ നമുക്ക് ഇത് മാസ്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഈ ഒരു ഓവർലേ വീഡിയോ നിങ്ങളുടെ വീഡിയോയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാസ്ക് സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഭാഗം മേലക്കും കുറച്ച് ഭാഗം അടിക്കും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലക്ക് നിങ്ങൾക്ക് ഹൊറിസോണ്ടലും അടിഭാഗത്ത് ജസ്റ്റ് ഒരു വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ വണ്ടിയുടെ ചുറ്റുഭാഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സർക്കിൾ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്കൈയുടെ ഭാഗം. ഈ സ്കൈ അല്ല, സ്കൈ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഓവറിലെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായി. ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ മാസ്ക് ചെയ്ത് കൊടുത്താൽ മതി ഓരോ സൈഡിലേക്കായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓവർലേ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഓവർലേക്ക് തന്നിട്ടുള്ള വീഡിയോക്ക് ആ ഒരു ഓവർലേന്റെ കളർ പറഞ്ഞ ഒരു ഡാർക്ക് ടൈപ്പിലുള്ള ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കളർ പറഞ്ഞ ഒരു സ്കൈ ടൈപ്പിലൊരു ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കളർക്ക് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില 2-3 കളർക്ക് ഇത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഏതൊക്കെ കളറിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് പോവുക. ഈ ഒരു ഓവർലേ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് അതിൽ ആ ഒരു സാച്ചുറേഷന് അങ്ങനെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് HSL പോയിട്ട് അതിൽ കളർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ കളർക്ക് നിങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടില്ല ഒരു ബ്ലൂ കളർ ആക്കിയത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വണ്ടിയുടെ കളറിനനുസരിച്ച് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രാൻസിഷൻ എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് പിന്നെ അതിലേക്ക് കൊടുക്കേണ്ട ഒരു ഓവർലേ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഇപ്പോൾ ഇവിടെ മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് നല്ലൊരു ഫിൽറ്റർ കാര്യങ്ങൾ കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ അടിയിലേക്ക് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം. ബ്ലാക്ക് ഷെയ്ഡ് എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ചെറിയ എഫക്ട്സ് ഷേക്ക് എഫക്ട്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഒന്നുകൂടി അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ഇത് മേക്ക് ചെയ്തെടുക്കാതെ മനസ്സിലായി വിചാരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ക്യാപ്ചർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മേക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഈ ഒരു സ്ക്രീൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്ത് കൊടുത്ത ട്രെൻഡിംഗ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ബൈ.